അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വസതിക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ച തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ സ്വയം 6 തവണ ചാട്ടവാറടി ഏറ്റുവാങ്ങിയ അണ്ണാമലൈ ഇന്നു മുതൽ 48 ദിവസത്തേക്ക് നിരാഹാരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. നാഷണൽ ഡെസ്കിൽ നിന്ന് അനേന സതീഷ് ചേരുന്നുണ്ട്. അനേന, ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അണ്ണാമലൈ ചെരുപ്പ് ഉപേക്ഷിച്ചിരുന്നു, ഒപ്പം ചാട്ടവാറടി ഏറ്റുവാങ്ങുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ചാട്ടവാറടി ഏറ്റുവാങ്ങി. ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് BJP. ഒപ്പം നിരാഹാര സമരത്തിനും ഇന്ന് തുടക്കമാവുകയല്ലേ? അതേ ചെയ്തു. ഇന്നലെ പത്രസമ്മേളനത്തിനിടെ അണ്ണാമലൈ വ്യക്തമാക്കിയിരുന്നു, DMK സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ താൻ ചെരുപ്പിടില്ല, നഗ്നപാതനായി നടക്കും. അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ വേദിയിൽ നിന്ന് തന്നെ ഷൂസ് അഴിച്ചു മാറ്റുകയുണ്ടായിരുന്നു. കൂടാതെ ഇന്നു മുതൽ 48 ദിവസത്തേക്ക് നിരാഹാര സമരം ആരംഭിക്കും. അതുപോലെ തന്നെ സ്വയം 6 തവണ ചാട്ടവാറടി ഏറ്റുവാങ്ങുമെന്നും ഇന്നലെ അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശപഥമെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രതിഷേധമാണ് ഇന്ന് വസതിക്ക് മുന്നിൽ അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്. 6 തവണ ചാട്ടവാറടി ഏറ്റുവാങ്ങിയിരിക്കുന്നു അണ്ണാമലൈ എന്നാണ് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഇന്നു മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും അണ്ണാമലൈ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ DMK സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് അണ്ണാമലൈ ഉന്നയിക്കുന്നത്. ഈ അന്വേഷണം നടക്കുന്നത് വളരെ മോശം രീതിയിലാണെന്നും ഈ ബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനിയുടെ വ്യക്തിഗത വിവരങ്ങളടക്കം പോലീസ് വെളിപ്പെടുത്തിയിരുന്നുവെന്ന് ആരോപിക്കുന്നുണ്ട്. സംസ്ഥാന പോലീസിനെയും അണ്ണാമലൈ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ഈ ക്യാമ്പസിലെ ക്യാമറകൾ പ്രവർത്തിക്കാത്തതെന്നും ചോദ്യങ്ങളൊക്കെ അണ്ണാമലൈ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇതിനോടകം അറസ്റ്റിലായ പ്രതി ജ്ഞാനശേഖരൻ ഈ DMKയുടെ അനുയായിയാണെന്ന ആരോപണം കൂടി അണ്ണാമലൈ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനൊപ്പം പ്രതി നിൽക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അണ്ണാമലൈയുടെ ആരോപണം എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷയില്ലാതായിരിക്കുന്നു. ഈ സംസ്ഥാനത്തെ ക്രമസമാധാനം നഷ്ടപ്പെടാൻ കാരണമാവുന്നത് DMK സർക്കാരാണെന്ന രൂക്ഷ വിമർശനങ്ങളാണ് എന്തായാലും അണ്ണാമലൈ ഉന്നയിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം, അല്ലെങ്കിൽ ഇത്തരത്തിൽ താൻ നഗ്നപാതനായി നടക്കും, ചാട്ടവാറടി ഏറ്റുവാങ്ങുമെന്നൊക്കെ. DMKയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വരുന്നുണ്ടോ? ഇതുവരെ എന്തായാലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ സ്റ്റാലിൻ എന്തായാലും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. DMK എന്തായാലും പ്രതികരിച്ചിട്ടില്ല. ഇത്തരം ചിത്രങ്ങൾ പുറത്തുവിട്ടതിലോ ഒന്നും തന്നെ ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ചെയ്തു. ശരി അനേന. അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് BJP. അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അനേന സതീഷ്, നാഷണൽ ഡെസ്കിൽ.